ഇസ്രയേൽ ഇറാനിലെ ദേശീയ ടെലിവിഷൻ ചാനലിൽ നടത്തിയ ആക്രമണം നോക്കുക. ശത്രു രാജ്യത്തെ മനുഷ്യന് ഒരു പുഴുവിന്റെ വില പോലും കൽപ്പിക്കുന്നില്ല എന്ന പ്രഖ്യാപനമല്ലേ ആ ആക്രമണം? സ്വന്തം വമ്പ് തത്സമയം കാണിക്കാൻ നടത്തിയ ആക്രമണമാണത്. ഇറാനിൽ പരക്കെ ബോംബിട്ടപ്പോൾ ഒരെണ്ണം ചാനൽ സ്റ്റുഡിയോയിൽ വീണതല്ലല്ലോ, കരുതിക്കൂട്ടി ലക്ഷ്യം വെച്ചിട്ടതാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് മനസ്സിലാക്കാം, മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ തകർക്കുന്നതും മനസ്സിലാക്കാം. പക്ഷേ ഒരു ചാനൽ സ്റ്റുഡിയോ ബോംബിട്ട് നശിപ്പിച്ച് എന്ത് സന്ദേശമാണ് ഇസ്രയേൽ നൽകുന്നത്? സാധാരണക്കാരെ ആക്രമിക്കാൻ ഒരു മടിയുമില്ല എന്നൊരു പ്രഖ്യാപനമല്ലേ അത്? യുദ്ധം ശത്രുവിനോടാകാം, പക്ഷേ ആ രാജ്യത്തെ ജനതയെ ശത്രുക്കളായി കാണരുത്. ഇറാനിലെ 8,18,00,000 ജനതയും ശത്രുക്കളാണ് എന്ന പ്രഖ്യാപനമാണ് ഈ ആക്രമണത്തിലൂടെ ഇസ്രയേൽ നടത്തുന്നത്. ഇസ്രയേലിലെ ഇപ്പോഴത്തെ ഭരണാധികാരികളെ മാത്രമല്ല, ജനങ്ങളെയും ഇസ്രയേൽ ഭയക്കുകയാണെന്നാണ് ആ സന്ദേശം. ഈ യുദ്ധത്തിന്റെ ഏറ്റവും അപകടകരമായ ലക്ഷ്യവും അതുതന്നെയാണ്. ഇപ്പോ ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത് ഇറാനിലെ സാധാരണക്കാർക്കെതിരെയാണ്. ആണവായുധ നിർവ്യാപനമെന്നും മിസൈൽ രഹിത ഇറാനുമെന്നൊക്കെ പറയുന്നുവെന്നേയുള്ളൂ. ആത്യന്തികമായ ലക്ഷ്യം അത് വംശഹത്യ തന്നെയാണ്. അത് പാടില്ലെന്ന് പറഞ്ഞ് തടയാനുള്ള കെൽപ്പ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്കോ മറ്റേതെങ്കിലും രാഷ്ട്രത്തിനോ ഇപ്പോഴില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ.